ഓം അമൃതേശ്വരിയെ നമഃ. ഞാൻ ഡോക്ടർ റോഷ്ന ഗോവിന്ദ്. അമൃതകൃപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സാധാരണമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കറുകയാണ് ഇന്നത്തെ നമ്മുടെ സസ്യം. സിനഡോൺ ഡാക്ടിലോ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. സാധാരണമായി വെള്ളം കണ്ടുവരുന്ന സ്ഥലങ്ങളിൽ, അതായത് റോഡ് സൈഡിലായാലും കുളക്കരയിലെല്ലാം ആയാലും നിലം പറ്റി വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് കറുക. ഔഷധ ഗുണം പോലെ തന്നെ നമ്മൾ പൂജാതി കർമ്മങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് കറുക. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഔഷധ ഗുണത്തിന് വേണ്ടിയിട്ട് കറുക കളക്ട് ചെയ്യുമ്പോൾ ശുദ്ധിയോടുകൂടിയും സംസാരിക്കാതെയും പോയി അത് കളക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ മുഴുവൻ എഫക്റ്റ് കിട്ടൂ എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ഉപയോഗങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ, കറുക ദിവസവും രാവിലെ ഒരു പിടിയെടുത്ത് അതിൻ്റെ നീര് കളക്ട് ചെയ്ത് വെറും വയറ്റിൽ നീര് കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വളരെയധികം നല്ലതാണ്. അതുപോലെ പ്രമേഹം ഉള്ളവർക്കാണെങ്കിലും കറുകയുടെ നീര് സേവിക്കുന്നത് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു പിടി കറുക ഒരു ഗ്ലാസ് പാലിൽ തിളപ്പിച്ചിട്ട് ദിവസവും കഴിക്കുകയാണെങ്കിൽ മുലപ്പാൽ കമ്മിയുള്ള കണ്ടീഷനിൽ ഇപ്പോൾ പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ രക്തം പോകുന്ന ആർഷസുള്ള കണ്ടീഷനുകളിലും, ഇപ്പോൾ ഓവർ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾക്കാണെങ്കിലും പീരീഡ്സ് ആവുന്ന സമയത്ത് ഓവർ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന കണ്ടീഷനിലും പാലിൽ കറുകയിട്ട് തിളപ്പിച്ച് കഴിക്കുന്നത് അത് കൺട്രോൾ ആവാൻ വളരെയധികം സഹായിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക്, ഇപ്പോൾ ഉണങ്ങാത്ത വ്രണങ്ങളുള്ള കണ്ടീഷനിലും, അതേപോലെ തന്നെ ഡാൻഡ്രഫ് ആയാൽ കൂടി അതിനെല്ലാം നമുക്ക് കറുക ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ കറുകയുടെ നീരെടുത്ത് സേവിക്കുന്നത് വളരെയധികം നല്ലതാണ്. അസിഡിറ്റി പോലുള്ള കണ്ടീഷൻസിൽ കൂടെ കറുകയുടെ നീര് അല്ലെങ്കിൽ പാലിൽ തിളപ്പിച്ച് കഴിക്കുന്നത് അസിഡിറ്റി കൺട്രോൾ ചെയ്യാനും ദഹനം കറക്റ്റ് ആക്കാനും വളരെയധികം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു.